Good afternoon. Good afternoon. Good afternoon, ma'am. Okay, start ചെയ്യാം. ലാസ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തത്? രണ്ട് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ഡിസ്കസ് ചെയ്തു അല്ലേ? K5 ആൻഡ് K33 ഗ്രാഫ് നോൺ പ്ലാനാർ ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്ന പ്രോബ്ലം ഡിസ്കസ് ചെയ്തു. ദെൻ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ഡിറ്റക്ഷൻ ഓഫ് പ്ലാനാരിറ്റി. So how to check the given graph is planar or non-planar? ഇങ്ങനെയായിരുന്നു ഒരു മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു. What is it? ഏത് മെത്തേഡാണ്? നന്ദ, രോഹിത്, സോ ഗിവൻ ഗ്രാഫ് പ്ലാനാർ ഓർ നോൺ പ്ലാനാർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? എലമെന്ററി റിഡക്ഷൻ. ഓക്കെ, സോ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് എലമെന്ററി റിഡക്ഷൻ. സോ എലമെന്ററി റിഡക്ഷൻ മെത്തേഡിൽ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. എന്തായിരുന്നു? ഫസ്റ്റ് നമ്മൾ ഗിവൻ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ അത് പ്ലാനാർ ആവണമെങ്കിൽ അതിൻ്റെ എല്ലാ കമ്പോണൻസ് എന്തായിരിക്കണം? പ്ലാനാർ ആയിരിക്കണം. Okay, so we consider only one component at a time. Then, if a given graph is separable graph, it's a planar if and only if each of its block is planar. Okay, നമ്മൾ ഓരോ ബ്ലോക്കും ചെക്ക് ചെയ്യും, അത് പ്ലാനാർ ആണോ എന്ന് ചെക്ക് ചെയ്യും. ആൻഡ് ദ സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? സെൽഫ് ലൂപ്പ് പ്ലാനാരിറ്റിനെ എഫക്ട് ചെയ്യുന്നില്ല. സോ റിമൂവ് ഓൾ ദി സെൽഫ് ലൂപ്പ്. ആൻഡ് തേർഡ് സ്റ്റെപ്പ്, the parallel edges in the also do not affect the planarity. So eliminate all the parallel edges. എല്ലാ എഡ്ജസും റിമൂവ് ചെയ്തിട്ട് ഒരു എഡ്ജ് അവിടെ ഉണ്ടായിരിക്കണം. Then fourth step, eliminate all edge in series. ഈ പ്രോസസ് ഒക്കെ റിപ്പീറ്റ് ചെയ്യുക. Then until we get a graph, then check that graph is planar or not. Write down the question. Check planarity of given graph using elementary reduction method. Check planarity of given graph using elementary reduction method. So, ഈ ഗ്രാഫ് എന്താ? ഇറ്റ്സ് എ കണക്റ്റഡ് ഗ്രാഫ്. ഓക്കെ, ഇനി എന്തൊക്കെ ചെക്ക് ചെയ്യണം? സെൽഫ് ലൂപ്പ് ഉണ്ട്, പാരലൽ എഡ്ജസ് ഉണ്ട്, എഡ്ജ് ഇൻ സീരീസ്. ഇവിടെ നോക്കുമ്പോൾ ഫസ്റ്റ് എന്താ? ഈ ഒരു പെർട്ടിക്കുലർ ഗ്രാഫിൽ സെൽഫ് ലൂപ്പ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? സെൽഫ് ലൂപ്പ് റിമൂവ് ചെയ്യുക. റിമൂവ് all self loop. Okay, then resultant graph plot ചെയ്യാം.
ഓക്കെ, ദെൻ ഈ ഗ്രാഫ് ചെക്ക് ചെയ്യുക. സോ ഇവിടെ എഡ്ജിങ് സീരീസ് ഉണ്ട്. These two edges are edging series. So ഇതിനെ merge ചെയ്യാം. Then resultant graph ഇവിടെ plot ചെയ്യാം. ഓക്കെ, ഇനി ഒന്ന് ചെക്ക് ചെയ്യാം. എഡ്ജിങ് സീരീസ് ഉണ്ടോ ചെക്ക് ചെയ്യുക, സെൽഫ് ലൂപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, പാരലൽ എഡ്ജസ് ഉണ്ടോ ചെക്ക് ചെയ്യുക. സോ ഇവിടെ എന്താ പാരലൽ എഡ്ജസ് ഉണ്ട് അല്ലേ, പാരലൽ എഡ്ജസിനെ റിമൂവ് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു എഡ്ജ് റിമൂവ് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. ഓക്കെ ആണോ? ടീച്ചർ ഓക്കെ ഓക്കെ. ഇനി നെക്സ്റ്റ് ഏതാ റിമൂവ് ചെയ്യേണ്ടത്? ടീച്ചർ ആ എഡ്ജിൻ സീരീസ് ഒന്നും കൂടി ഉണ്ടാവില്ല അത്? ഓക്കെ, ഇവിടെ എഡ്ജിങ് സീരീസ് ഉണ്ട് അല്ലേ, അതുപോലെ എന്താ അവിടെ ഉണ്ട്. ഓക്കെ ആണോ? ടീച്ചർ. ദെൻ ഇനി എന്താ ചെക്ക് ചെയ്യേണ്ടത്? പാരലൽ എഡ്ജസ് ഉണ്ട് അല്ലേ, പാരലൽ എഡ്ജസ് ഈ ടു എഡ്ജസ് റിമൂവ് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് സീരീസ് റിമൂവ് ചെയ്യുമ്പോൾ ഓക്കെ മെർജ് ചെയ്തു. ദെൻ പാരലൽ എഡ്ജസ് അല്ലേ, ഒരു എഡ്ജിനെ റിമൂവ് ചെയ്യും. ഫൈനലി ഈ ഒരു പെർട്ടിക്കുലർ ഗ്രാഫ് കിട്ടും. ഇനി എന്ത് ചെക്ക് ചെയ്യണം? ദിസ് ഗ്രാഫ് ഈസ് പ്ലാനാർ ഓർ നോട്ട്. ഹിയർ ദിസ് ഈസ് എ പ്ലാനാർ. ഓക്കെ ആണോ? ടീച്ചർ. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ ആണ് എല്ലാവർക്കും? പ്രോബ്ലം റെസ്പോണ്ട് ചെയ്തേ. അനുപമ ഓക്കെ. The next topic, geometric dual. ഓക്കെ, ഞങ്ങൾക്കൊരു ഗ്രാഫ് തരും, ഒരു പ്ലാനാർ ഗ്രാഫ് തരും. ദെൻ ആ പ്ലാനാർ ഗ്രാഫിന്റെ ഡുവൽ കൺസ്ട്രക്ട് ചെയ്യണം. സോ ഇതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ, ദിസ് ഇസ് യുവർ ഗ്രാഫ്. ഫസ്റ്റ് ഒരു ഗ്രാഫ് നിങ്ങൾക്ക് തരും, ദെൻ അതിന്റെ ഡുവലാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പെർട്ടിക്കുലർ ഗ്രാഫിന്റെ റീജിയൻസ് മാർക്ക് ചെയ്യും. ഓക്കെ, സോ ഇവിടെ ഏതൊക്കെയാണ് റീജിയൻസ്? ഫസ്റ്റ് റീജിയൻ F1, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ആൻഡ് സിക്സ്. ഇപ്പോൾ 6 റീജിയൻ ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പിനാണ് റീജിയൻ മാർക്ക് ചെയ്യുക. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ എല്ലാ റീജിയനും ഞാൻ ഒരു പോയിന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എല്ലാ റീജിയനും ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യാണ്. ഫസ്റ്റ് റീജിയന് P1 ആൻഡ് സെക്കൻഡ് റീജിയന് P2, P3, P4, P5 ആൻഡ് P6. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈ എല്ലാ പോയിന്റ്സിനെയും ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത്. ബട്ട് ഇവിടുത്തെ എല്ലാ പോയിന്റ്സിനെയും ജോയിൻ ചെയ്യുമ്പോൾ സം പ്രൊസീജിയർ ഫോളോ ചെയ്യണം.
Okay, the first one, if two regions Fi and Fj are adjacent, then draw a line joining points Pi and Pj that intersect the common edge between Fi and Fj exactly once. If the two regions Fi and Fj are adjacent, draw a line joining point Pi and Pj that intersect the common edge between Fi and Fj exactly once. That means here Fi, F1, F2 are two region. ഈ രണ്ട് റീജിയൻ എന്താ അഡ്ജസൻ്റ് ആണ്. അഡ്ജസൻ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു കോമൺ എഡ്ജ് ഉണ്ട്. ഹിയർ ഇതാണ് കോമൺ എഡ്ജ്. ഓക്കെ, ഇപ്പോൾ രണ്ട് റീജിയൻ അഡ്ജസൻ്റ് ആണെങ്കിൽ ആ രണ്ട് റീജിയൻ്റെ പോയിന്റ് ഉണ്ടാവുമല്ലോ. ആ പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ആ ലൈൻ ക്രോസ് ചെയ്യുന്ന രീതിയിൽ, സോറി, ആ എഡ്ജ് ക്രോസ് ചെയ്യുന്ന രീതിയിൽ എന്താണ് ഒരു ലൈൻ വരയ്ക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ആണോ? നമ്മളൊരു ഗ്രാഫിന്റെ ഡുവൽ ആണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താ, റീജിയന് നമ്മൾ മാർക്ക് ചെയ്യും. ഓരോ റീജിയൻ ഓരോ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. ദെൻ എല്ലാ പോയിന്റും കണക്ട് ചെയ്തിട്ട് ലൈൻ പ്ലോട്ട് ചെയ്യണം. ലൈൻ പ്ലോട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് പ്രൊസീജിയർ ഫോളോ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് എന്താ, രണ്ട് റീജിയൻ അഡ്ജസൻ്റ് ആണ്. അഡ്ജസൻ്റ് മീൻ വെച്ചാൽ എന്താ, അതിനെ കണക്ട് ചെയ്തിട്ട് ഒരു കോമൺ എഡ്ജ് ഉണ്ടെങ്കിൽ ആ കോമൺ എഡ്ജിനെ ക്രോസ് ചെയ്യുന്ന രീതിയിൽ ഫസ്റ്റ് പോയിന്റ് സെക്കൻഡ് പോയിന്റിലേക്കൊരു ലൈൻ പ്ലോട്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ, if there is more than one edge common between Fi and Fj, draw a line between points Pi and Pj for each of the common edges. അതെന്താ പറയുന്നത്? സോ ഇവിടെ F2 ആൻഡ് F6 കൺസിഡർ ചെയ്താൽ ഇവിടെ രണ്ട് കോമൺ എഡ്ജ് ഉണ്ട് അല്ലേ. ഇതൊരു കോമൺ എഡ്ജ് ആണ്, ദിസ് ഇസ് ഓൾസോ കോമൺ എഡ്ജ്. സോ രണ്ട് കോമൺ എഡ്ജ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും, ആ രണ്ട് കോമൺ എഡ്ജിനെയും ക്രോസ് ചെയ്യുന്ന രീതിയിൽ വേണം എന്ത് ലൈൻ പ്ലോട്ട് ചെയ്യാൻ. അതായത് ഇവിടുന്ന് P2 P6 ഒരു ലൈൻ ഇവിടെ പ്ലോട്ട് ചെയ്ത് അതുപോലെ എന്താ ഈ ഒരു എഡ്ജിനെ കവർ ചെയ്തിട്ട് ക്രോസ് ചെയ്തിട്ട് വേറൊരു ലൈനും കൂടി പ്ലോട്ട് ചെയ്യാം. ഓക്കെ ആണോ? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാ യൂണിവേഴ്സിറ്റി എക്സാമിനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു ഗ്രാഫ് തന്നിട്ട് അതിന്റെ ഡുവൽ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി the next one, for an edge E lying entirely in one region, say Fk, draw a self loop at point Pk intersecting E exactly once. That means here ഈ particular edge എവിടെ എക്സാക്ട്ലി ഒരു F1-ലാണെന്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്, റൈറ്റ്? വേറൊരു റീജിയനായിട്ട് എന്താ ഷെയർ ചെയ്യുന്നില്ല. സോ ഈ ഒരു കേസിൽ ഈ പോയിന്റിന്ന് ഈ എഡ്ജിനെ ക്രോസ് ചെയ്യുന്ന രീതിയിൽ എന്താ ഒരു സെൽഫ് ലൂപ്പ് കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ ആണോ? ഇതില്ലല്ലോ, വെർട്ടിക്സ് ഇല്ലല്ലോ, വെർട്ടെക്സ് ഇല്ലല്ലോ. ഓരോ വെർട്ടെക്സ് ആയിട്ടല്ലേ നമ്മൾ ഓരോ വെർട്ടെക്സിയുടെ പോയിന്റ് ആയിട്ടല്ലേ കൺസിഡർ ചെയ്യുന്നത്. ഈ പോയിന്റിന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ എഡ്ജ് ക്രോസ് ചെയ്തിട്ടൊരു സെൽഫ് ലൂപ്പ് വരയ്ക്കാം. ഓക്കെ ആണോ? അതായത് ഇതാണ് നിങ്ങളുടെ ഗ്രാഫ്. ഇവിടെ ഒരു എഡ്ജ് ഉണ്ട്, നമ്മളിവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാണ്, R1, രണ്ട് പോയിന്റ് R2. ഈ ഒരു പെർട്ടിക്കുലർ എഡ്ജ് എൻറ്റയർലി വിത്തിൻ ദിസ് റീജിയൻ ആണ്. സോ ഈ പോയിന്റിൽ നിന്ന് എഡ്ജിനെ ക്രോസ് ചെയ്തിട്ട് എന്താ ഒരു ലൈൻ വരയ്ക്കാം, ഒരു സെൽഫ് ലൂപ്പ് വരയ്ക്കാം.
Okay. ഓക്കെ. Okay. So ഈ ഒരു പ്രൊസീജിയർ നമ്മൾ എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്യാണ്. Finally, we get a new graph that is G star. It is known as dual or geometrical dual of G. Okay, so the dual is denoted as G star. So എന്തൊക്കെയാണ് മൂന്ന് പ്രൊസീജിയർ എന്ന് പറഞ്ഞേ? ഒരു ഗിവൺ ഗ്രാഫിന്റെ ഡുവൽ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്? രണ്ട് റീജിയൻ ഉണ്ടാകുമ്പോ അതിന്റെ അകത്ത് അഡ്ജസന്റ് റീജിയൻ ഉണ്ടാണെങ്കിൽ ആ കോമൺ എഡ്ജിലൂടെ പോകുന്ന രീതിയിൽ ഒരു എഡ്ജ് ക്രിയേറ്റ് ചെയ്യുക, ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു എഡ്ജ്. പിന്നെ രണ്ട് കോമൺ എഡ്ജ് ഉണ്ടെങ്കിൽ രണ്ടിലും കട്ട് ചെയ്യുന്ന രണ്ട് ഇത് വരക്കുക. പിന്നെ ഒരു റീജിയനിൽ മാത്രം ഉള്ളയാണെങ്കിൽ ആ റീജിയനിലൂടെ ഒരു സെൽഫ് ലൂപ്പ് വരക്കുക. സോ ഈ ഒരു പെർട്ടിക്കുലർ ഗ്രാഫിന്റെ ഡുവലാണ് ഡോട്ടഡ് ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു പ്രോബ്ലം തരാം. construct dual of given G. Okay, this is G. First എന്ത് വേണം? റീജിയൻ മാർക്ക് ചെയ്യുക, റൈറ്റ്? ഏതൊക്കെയാണ് റീജിയൻ? R1, R2, R3. ദെൻ ഓരോ റീജിയൻ എന്താ ഓരോ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തേ. കംപ്ലീറ്റ് ചെയ്തോ? ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്യാണ്. E1, E2, E3, E4, E5, E6, E7. കംപ്ലീറ്റ് ചെയ്തോ? നിവേദ്യ, മിൻഹാജ്, ഫസ്ന, അശ്വിൻ. ജസ്റ്റ് പ്ലോട്ട് ചെയ്യാം. ഹിയർ R1, R3 കോമൺ എഡ്ജ് ഏതൊക്കെയാണ്? E1, E2, E3. സോ ഈ എഡ്ജിനെ ക്രോസ് ചെയ്യുന്ന രീതിയിൽ ഒരു ലൈൻ പ്ലോട്ട് ചെയ്തു. ദെൻ E2നെ ക്രോസ് ചെയ്യുന്ന രീതിയിൽ എന്താ? അഗെയിൻ വേറൊരു ലൈൻ പ്ലോട്ട് ചെയ്തു. ദെൻ E3. ഓക്കെ. Then E1, E2, common edge E5. Okay. Then E2, E3. Consider the common edges are E7 and E6. So
ഇതിനെ ക്രോസ് ചെയ്യുന്ന രീതിയിലൊരു ലൈൻ വരച്ചു. എഗെയിൻ E6നെ ക്രോസ് ചെയ്യുന്ന രീതിയിൽ എന്താ എഗെയിൻ ഒരു ലൈൻ പ്ലോട്ട് ചെയ്തു. Then consider this edge E4. E5 entirely within the region R1. So ഈ ഒരു പോയിന്റിന് കണക്ട് ചെയ്തിട്ട് ഒരു സെൽഫ് ലൂപ്പ്. ഓക്കെ, അപ്പൊ ഫൈനലി കിട്ടുന്ന ഈ ഒരു ഗ്രാഫാണ് എന്ത്, ഞാൻ റെഡ് ലൈൻ പ്ലോട്ട് ചെയ്ത ഗ്രാഫാണ് എന്ത്, ഡുവൽ ഓഫ് G. That is G star. കംപ്ലീറ്റ് ചെയ്ത് എല്ലാവരും? സിമ്പിൾ അല്ലേ ഒരു ഗ്രാഫിന്റെ ഡുവൽ കൺസ്ട്രക്ട് ചെയ്യുന്നത്? എക്സാമിന് 4 മാർക്സിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. And the next topic, relationship between G and its dual. The relationship between G and its dual G star. നിങ്ങൾ പറഞ്ഞേ എന്തൊക്കെയായിരിക്കാം ഒരു ഗ്രാഫും അതിന്റെ ഡുവലും തമ്മിലുള്ള റിലേഷൻഷിപ്പ്? നിങ്ങളുടെ നോട്ടിൽ ഒരു ഗ്രാഫ് ഉണ്ടാവും, അതിന്റെ ഡുവൽ നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് ഗ്രാഫ് ഒന്ന് കമ്പയർ ചെയ്ത് എന്തൊക്കെയായിരിക്കും അതിലെ റിലേഷൻഷിപ്പ്? എല്ലാ എഡ്ജും ഓക്കെ, നമ്പർ ഓഫ് എഡ്ജസ് ഈക്വൽ ആയിരിക്കില്ലേ? ഒന്ന് ജിയിലെ എഡ്ജസ് കൗണ്ട് ചെയ്ത്, ജി സ്റ്റാറിന്റെ എഡ്ജസ് ഒന്ന് കൗണ്ട് ചെയ്ത്. കൗണ്ട് ചെയ്തോ? ഞാൻ റിലേഷൻഷിപ്പ് പറയാണ്. The first one, an edge forming a self loop in G yields a pendant edges in G star. എന്തായിരുന്നു? An edge forming a self loop in G yields a pendant edges in G star. അതിന്റെ മീനിങ് എന്താ? ജിയില് സെൽഫ് ലൂപ്പ് ആണെങ്കിൽ കറസ്പോണ്ടിങ് എഡ്ജ് ജി സ്റ്റാറിൽ എന്തായിരിക്കും? പെൻഡന്റ് എഡ്ജസ് ആയിരിക്കും. See this, ഇവിടെ എന്താ? ജിയുടെ സെൽഫ് ലൂപ്പ് ആണ്, റൈറ്റ്? ബട്ട് ജി സ്റ്റാറിൽ എന്തായി? അത് പെൻഡന്റ് എഡ്ജസ് ആയി കൺവേർട്ട് ചെയ്തു. ഓക്കെ ആണോ? ഈ ഡോട്ടഡ് ലൈന് ഡുവൽ ആണ്. ദെൻ ഡാർക്ക് ലൈൻ എന്താ? ഗ്രാഫ് ജി. ഗ്രാഫ് ജിയിലെ സെൽഫ് ലൂപ്പ് ആണ് ഇത്. ബട്ട് ഡുവൽ ഇത് എന്തായി? പെൻഡന്റ് എഡ്ജസ് ആയി. ഓക്കെ ആണോ? And the second, the pendant edge in G is a self loop in G star. ജിയിൽ പെൻഡന്റ് എഡ്ജസ് ആണെങ്കിൽ അത് ജി സ്റ്റാറിൽ എന്തായിരിക്കും? സെൽഫ് ലൂപ്പ് ആയിരിക്കും. ഈ ഡയഗ്രാം നോക്കിയേ. ഇവിടെ എന്താ? പെൻഡന്റ് എഡ്ജ് ആണ് അല്ലെ? ജി സ്റ്റാറിൽ എത്തുമ്പോൾ എന്തെന്തായി? സെൽഫ് ലൂപ്പായി. ഓക്കെ,
Then third one, edges that are series in G produce parallel edges in G star. And the edges that are in series in G produce parallel edges in G star. അതായത് ജിയിൽ edges in series ഉണ്ടെങ്കിൽ the corresponding edge G സ്റ്റാറിൽ എന്തായിരിക്കും? പാരലൽ edges ആയിരിക്കും. സോ ഈ ഒരു ഗ്രാഫിൽ ഈ രണ്ട് പെർട്ടിക്കുലർ എഡ്ജ് കൺസിഡർ ചെയ്താൽ എഡ്ജസ് ഇൻ സീരീസ് ആണ്. ഇവിടെ എത്തുമ്പോൾ എന്താ? ജി സ്റ്റാറിൽ എത്തുമ്പോൾ എന്താ? അതൊരു പാരലൽ എഡ്ജസ് ആയി. രണ്ട് എഡ്ജസ് എന്താണ്? പാരലൽ എഡ്ജസ് ആണ്. ഓക്കെ ആണോ? നേരെ റിവേഴ്സ് എന്തായിരിക്കും? പാരലൽ edges in G produce edges in series in G star. ജിയിൽ പാരലൽ എഡ്ജസ് ആണെങ്കിൽ കറസ്പോണ്ടിങ് എഡ്ജസ് ജി സ്റ്റാറിൽ എന്തായിരിക്കും? എഡ്ജസ് ഇൻ സീരീസ് ആയിരിക്കും. ഇവിടെ നോക്കിയേ, ഈ രണ്ട് എഡ്ജ് കൺസിഡർ ചെയ്താൽ എന്താ? പാരലൽ എഡ്ജസ് ആണ്. ഓക്കെ, അതിന്റെ കറസ്പോണ്ടിങ് ജി സ്റ്റാറിൽ എന്താണ്? ഈ ഒരു രണ്ട് എഡ്ജ് കൺസിഡർ ചെയ്താൽ എന്തായിരിക്കും? അത് എഡ്ജ് ഇൻ സീരീസ് ആണ്. ദിസ് വൺ എഡ്ജ് ഇൻ സീരീസ്. ഓക്കെ ആണോ? നിങ്ങൾ എന്തൊരു റെസ്പോണ്ട് ഇല്ലാത്തത്? മനസ്സിലാവുന്നില്ലേ? And fifth one, the number of edges constituting the boundary of a region Fi in G is equal to the degree of corresponding Pi in G star and vice versa. ഇതെന്താ പറയുന്നത്? ഫിഫ്ത്ത് പോയിന്റ്. ജിയുടെ കേസിൽ ഒരു റീജിയൻ കൺസിഡർ ചെയ്താൽ അതിൽ എത്ര എഡ്ജസ് അതിന്റെ ബൗണ്ടറിയിലുണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു അതിന്റെ കറസ്പോണ്ടിങ് പോയിന്റ് ഇൻ ജി സ്റ്റാറിലെ ആ പെർട്ടിക്കുലർ വെർട്ടെക്സിന്റെ ഡിഗ്രി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, കൺസിഡർ ദിസ് റീജിയൻ. ഈ റീജിയൻ കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഈ റീജിയനിൽ എത്ര എഡ്ജസ് കവർ ചെയ്തിട്ടുണ്ട്? 1, 2, 3 അല്ലേ? 3 എഡ്ജസ് ഈ ഒരു പെർട്ടിക്കുലർ റീജിയന്റെ ബൗണ്ടറിയിലുണ്ട്. ദെൻ ഇവിടുത്തെ പോയിന്റ് എന്താ? ജി സ്റ്റാറിൽ ഇതെന്നാണ് പോയിന്റ് അല്ലെ? ജി സ്റ്റാറിൽ ഇതാണ് പോയിന്റ്. ഈ പെർട്ടിക്കുലർ പോയിന്റ് ഡിഗ്രി നോക്കിയേ, 1, 2, 3. ഓക്കെ ആണോ? അതായത് നമുക്ക് എന്താ പറയാം? ജിയില് റീജിയന്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും? ജി സ്റ്റാറിലെ വേർട്ടെക്സിന്റെ ഡിഗ്രി ആയിരിക്കും. Is it clear? കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടോ? ഇതൊരു ഗ്രാഫാണ്. ടു റീജിയൻ ഉണ്ട്, R1, R2. രണ്ട് പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യാണ്, P1, P2. ഓക്കെ, ഞാൻ ഡുവൽ കൺസ്ട്രക്ട് ചെയ്യാണ്. ഓക്കെ, സോ ഈ പെർട്ടിക്കുലർ റീജിയനിൽ സറൗണ്ടിങ്സിൽ എത്ര, ബൗണ്ടറിയിൽ എത്ര എഡ്ജസ് ഉണ്ട്? 4 എഡ്ജസ് ഉണ്ട് അല്ലേ? ഈ ഒരു പെർട്ടിക്കുലർ ഗ്രാഫിന്റെ കേസിൽ. ദെൻ ഇതിന്റെ ഡുവലിന്റെ കേസിൽ ഈ പെർട്ടിക്കുലർ പോയിന്റ് P, അതിന്റെ ഡിഗ്രി എത്രയാണ്? 4 ആണ്. ഓക്കെ ആണോ? ജിയില് ഡിഗ്രി ഓഫ് R വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ ജി സ്റ്റാറിൽ എന്തായിരിക്കും? ഡിഗ്രി ഓഫ് V ആയിരിക്കും. ആൻഡ് വൈസ് വേഴ്സ.
Okay, and the sixth point, the graph G star is also embedded in a plane, so it is a planar. G എന്ന് പറയുന്ന planar graph ആണ്. Okay, അപ്പോൾ G star എന്താ, ഇറ്റ്സ് ഓൾസോ നമുക്ക് എന്തെങ്കിലും പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ G star ഓൾസോ planar graph. And seventh point, G and G stars are dual of each other. Say dual of each other. നിങ്ങളൊരു ഗ്രാഫ് G പ്ലോട്ട് ചെയ്തു. ഓക്കെ, സോ നിങ്ങൾ അതിൻ്റെ ഡുവൽ കൺസ്ട്രക്ട് ചെയ്തു, G സ്റ്റാർ കിട്ടി. ഓക്കെ, ആൻഡ് അഗെയിൻ ഈ ഒരു പെർട്ടിക്കുലർ G സ്റ്റാറിൻ്റെ ഡുവൽ കൺസ്ട്രക്ട് ചെയ്ത് എനിക്ക് എന്ത് കിട്ടും? G കിട്ടും. ഇത്രയും പോയിന്റ് ഓക്കെ ആണോ? ഓക്കെ. മിസ് ഓക്കെ. എന്തൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്? G ആൻഡ് G സ്റ്റാറിന്റെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞേ. ഫസ്റ്റ് വൺ, ജിയിൽ സെൽഫ് ലൂപ്പ്. G സ്റ്റാറിൽ എന്തായിരിക്കും? അത് പെൻഡന്റ് ആയിരിക്കും. ഓക്കെ, ദെൻ വൈസ് വേഴ്സ അല്ലേ? ജിയിലെ പെൻഡന്റ് G സ്റ്റാറിൽ എന്തായിരിക്കും? സെൽഫ് ലൂപ്പ് ആയിരിക്കും. അങ്ങനെ തന്നെ എഡ്ജിൻ സീരീസും പാരലലും. ഓക്കെ, ഇൻ കേസ് എഡ്ജസ് ജിയിൽ എന്തായിരിക്കും? എഡ്ജിൻ സീരീസ് ആണെങ്കിൽ ദ കറസ്പോണ്ടിങ് എഡ്ജസ് എന്തായിരിക്കും? G സ്റ്റാറിൽ പാരലൽ എഡ്ജസ് ആയിരിക്കും, ആൻഡ് വൈസ് വേഴ്സ. ആൻഡ് തേർഡ് വൺ, ആ ഡിഗ്രി റീജിയനിലെ ഡിഗ്രിയും G സ്റ്റാറിലാവുമ്പോൾ പോയിന്റിന്റെ ഡിഗ്രിയും സെയിം ആയിരിക്കും. ഡിഗ്രി ഓഫ് R1 which is equal to in G which is equal to the degree of particular point in G star. And the next point, G and G star എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്ലാനാർ ആയിരിക്കും. Then G and G stars are dual of each other. ഇത്രയും പോയിന്റ് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല.